This program is brought to you by Pranav Movies, the ultimate digital experience. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിനിൽ ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള സംഗതി കൊള്ളാം കേട്ടോ. പക്ഷെ ആർക്ക് വേണം ഇത്? ഒരു ചായ സ്വീകരിക്കുന്നതാണ്. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിനിൽ One tea please, sugarless, but not milkless, huh? അല്ല ഇതെന്താ പറ്റി? എണ്ണ വല്ല മാറി തേച്ചോ? അതല്ലടാ പോയി, ഇനി ഇതേ രക്ഷയുള്ളൂ. കേരളത്തിൽ സർക്കാർ ഉദ്യോഗം വേണമെങ്കിൽ മലയാളം അറിയരുത് എന്ന് ഉടനെ ഉത്തരവിറങ്ങാൻ പോവാ. നേരത്തെ കാലത്തെ സാഹിബിന്റെ ഭാഷയും പറഞ്ഞുകൊണ്ട് നടന്നാലേ പിന്നെ കിടന്ന് പെടാപ്പാട് വിടണ്ടല്ലോ. ലോകത്ത് സ്വന്തം ഭാഷയെ പുച്ഛിക്കുന്നതും അപമാനിക്കുന്നതും അലങ്കാരമായി കാണുന്ന ഒരൊറ്റ വർഗമേ ഉള്ളൂ, നമ്മൾ മലയാളികളെ. അതുകൊണ്ടാണ് സർക്കാർ ജോലി നേടാൻ മലയാളം 10ാം ക്ലാസ് വരെ പഠിക്കണമെന്നും അതല്ലെങ്കിൽ 7ാം ക്ലാസ്സിന് തത്തുല്യമായ മലയാളം പരീക്ഷ പാസ്സാകണമെന്നുമുള്ള സർക്കാർ ഉത്തരവിനെ 3ാം പക്കം മരവിപ്പിച്ചത്. എന്റെ ഭാഷ മലയാളത്തിനെതിരെ ഇവിടെ ആരും ചന്ദ്രഹാസം ഒന്നും വിളക്കിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ നേടിയെടുത്ത ആരാ? മലപ്പുറത്തെ മലയാളം സർവകലാശാല സ്ഥാപിച്ചത് ആരാ? ഈ സർക്കാരാ. അല്ലേ? നിങ്ങൾ ഭരിച്ചപ്പോ മലയാളം ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. അതിനെയൊന്ന് പച്ചപിടിപ്പിക്കാനേ ഒരു ചെറു വിരൽ പോലും വരക്കാതെ ഇപ്പൊ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. നാണമില്ലോ സഹാവേ? പച്ചപിടിപ്പിച്ച് ഇപ്പൊ മുഴുവനായി അങ്ങ് മലപ്പുറത്തിന് തീരെഴുതി കൊടുത്തിരിക്കല്ലയോ. മുഖ്യമന്ത്രി എന്തോന്നാ പറഞ്ഞത്? സർക്കാരിന് ഭാഷാ സ്നേഹമേ ഉള്ളൂ, ഭാഷാ ഭ്രാന്തില്ലെന്നേ. ഇതേ മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന സകലരെയും അവമാനിക്കുക. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാടിസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതേ ഭാഷാപ്രാന്ത് കൊണ്ടൊന്നും അല്ലല്ലോ, ആണോ? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, മദ്രാസ് എന്നീ പ്രദേശങ്ങളിലെ ചിതറിക്കിടന്ന ദ്രാവിഡ സമൂഹത്തെ ഒന്നാക്കി അവരുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി യാഥാർത്ഥ്യമാക്കിയതേ ഇത്ര വലിയ തെറ്റാണോ? പണി നോക്കേണ്ട സഖാവേ. അല്ലടാ, ഈ താലൂക്ക് ഓഫീസിലും സപ്ലൈ ഓഫീസിലും വില്ലേജിലും ഒക്കെ മലയാളം അറിയാൻ വയ്യാത്ത ഓഫീസർമാർ കയറി ഇരുന്നാലേ റേഷൻ കാർഡ് പേര് ചേർക്കാനും വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും ഒക്കെ ചെല്ലുന്നവര് നമ്മൾ എന്തോ പറഞ്ഞ് ഇവരെ മനസ്സിലാക്കും. പണ്ട് കുടിപ്പള്ളി കൊടുത്ത് വിട്ടപ്പോ മൂവി നടന്നതിന്റെ പണി ഇപ്പോഴാ കിട്ടുന്നത്. അതിന് കേരളത്തിലെ എല്ലാ മലയാളിക്കും മലയാളം അറിയാമോ? കാസർഗോഡിന്റെ വടക്കേ അറ്റത്തും തിരുവനന്തപുരത്തിന്റെ തെക്കേ അറ്റത്തും ഇടുക്കിയുടെ കിഴക്കേ അറ്റത്തും കിടക്കുന്ന മലയാളം തന്നെയാണ്. പക്ഷെ അവര് എഴുതുന്നതും വായിക്കുന്നതും തമിഴും കന്നഡയുമാണ്. അവരുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരെ സഹായം ഉള്ളത്? ഭാഷാന്യൂനപക്ഷത്തിന്റെ പേരില് മുതലക്കണ്ണിന് പൊടിക്കല്ലേ. ഇത് കളി വേറെയാ. മലയാളം കോമ്പൗണ്ടിൽ കയറ്റാത്ത ICSE CBSE സ്കൂളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി പണിഞ്ഞ പണിയായത്.
ഈ മലയാളം എന്ന് കേൾക്കുന്നതേ ഇവർക്കല്ല. ഈ ത്രിഭാഷാ പദ്ധതിയൊക്കെ ചുരുട്ടിക്കെട്ടി അവർ പരണത്ത് വെച്ചിരിക്കുക. അവർക്ക് ഹിന്ദി ഇംഗ്ലീഷും മാത്രം മതി. അറിയാതെങ്ങാനും കൊച്ച് അമ്മയെന്നെങ്ങാനും വിളിച്ചാല് 8 പ്രാവശ്യം പള്ളിക്കൂടത്തിന് ചുറ്റുവിട്ട് ഓടിക്കുകയും ചെയ്യും, എംപോസിഷൻ വിളിക്കും. എന്തുവാ മദറേന്ന്. ഈ ഭാഷയും സംസ്കാരവും ഒക്കെ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട അനുപമമായ ഗുണങ്ങളാണ്. മലയാളമയും അതിന്റെ മാധുര്യവും ഒക്കെ നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എൻ്റെ മക്കൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് അഭിമാനിക്കുന്നവർ ഒന്ന് ഓർക്കുക, എഴുത്തച്ഛന്റെയും ചെറുശ്ശേരിയുടെയും കുഞ്ചൻ നമ്പ്യാരുടെയും കുമാരനാശാന്റെയും ഒക്കെ ആത്മാക്കൾ ഇതൊരിക്കലും പൊറുക്കില്ല. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. This program is brought to you by Pranav Movies, the ultimate digital experience.